ദേശീയപാതയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് കർമ്മസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം അനുദിനം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകുന്നേരം നടത്തിയ റാലിയിൽ നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പരസ്പരം ഒറ്റപ്പെട്ടു പോകുന്നതിനെതിരെയാണ് മഞ്ചേശ്വരത്ത് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം നടത്തിവരുന്നത്. ഇവിടുത്തെ ജനസ്ഥിരാകേന്ദ്രമായ രാഗം ജംഗ്ഷനിൽ അനുയോജ്യമായൊരു അടിപ്പാത വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. 2 മാസത്തോളമായി തുടർന്നു വരുന്ന സമരം ദിവസങ്ങൾ പിന്നിടുന്തോറും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഉദ്യാവരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലി സയ്യിദ് അത്താവുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതായത് ജനപ്രതിനിധികളും എല്ലാവരും വന്ന് ഇവരോട് സമാധാനം പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതിനു വേണ്ടി ഈ ആക്ഷൻ കമ്മിറ്റി, സമരസമിതി ആക്ഷൻ കമ്മിറ്റി എല്ലാവരും ഒത്തുചേർന്ന് ഒരു ബഹുജന റാലി ഇവിടുന്ന് ഇന്ന് മഞ്ചേശ്വരം ജംഗ്ഷനിലേക്ക് പോകുവാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, നമ്മുടെ ഈ രാജ്യത്ത്, ഈ പ്രദേശത്തും മുഴുവൻ രാജ്യത്തും ജനാധിപത്യമാണ്, എല്ലാ സ്റ്റേറ്റുകളിലും. അപ്പോൾ എന്താണ് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ചടങ്ങിൽ സക്കറിയ അധ്യക്ഷനായി. രാജ ബീൽച്ചട, സഞ്ജീവ ഷെട്ടി, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിൻ ലവീന മന്തേരോ, ഹമീദ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയപാതയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ സമയബന്ധിതമായും വ്യവസ്ഥാപിതമായും ഇടപെടൽ നടത്താത്ത ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും നിസ്സംഗതയ്ക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം പ്രധാനമായും ആഞ്ഞടിച്ചത്. ഉത്തരവാദപ്പെട്ടവരെല്ലാം ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് തങ്ങളുടെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യവും അപമാനവുമാണെന്ന് പ്രതിഷേധക്കാർ അഭിപ്രായപ്പെട്ടു. അഷ്റഫ് ബഡാജെ, ജബ്ബാർ ബഹ്റൈൻ, എസ്.എം. ബഷീർ, ഹനീഫ സുരബി, മജീദ് കുന്നിൽ, സക്കരിയ മഞ്ചേശ്വരം, ഹസൈനാർ തുടങ്ങിയവരാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.